ഇപ്പോൾ കുറേ ആൾക്കാർ പച്ചക്കറി കച്ചവടം ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും പരാജയപ്പെടുന്നുണ്ട്. അതിന് എന്താ കാരണം അറിയോ? പച്ചക്കറി കച്ചവടം ചെയ്യാൻ നല്ല ക്ഷമ വേണം. നമ്മൾ എന്ത് പച്ചക്കറി കൊണ്ടുപോയാലും അതിന് ഓപ്പോസിറ്റായേ ചോദിക്കുള്ളൂ. ഇപ്പോൾ വലിയ ഉള്ളി കൊണ്ടുപോയാൽ അതിൽ ചെറുത് മതി, ഒരുപാട് വലുത് വേണ്ടാന്ന് പറയും. അതേ ചെറിയ ഉള്ളി കൊണ്ടുപോയാൽ ഇതെന്താ ഒരുപാട് ചെറുത്, വലിയ ഉള്ളി വേണമല്ലോ പറയും. പഴുത്ത തക്കാളി കൊണ്ടുപോയാൽ എല്ലാം പഴുത്തല്ലോ, പച്ച മതി പറയും. പച്ച കൊണ്ടുപോയി വെച്ചാൽ പറയും എല്ലാം പച്ചയാണ്, പഴുത്തത് വേണം പറഞ്ഞിട്ട് തിരിച്ചു പോകും. അതുപോലെ ഓരോരോ കാര്യം എന്ത് കൊണ്ടുവന്നാലും അതിന് ഓപ്പോസിറ്റായി ചോദിക്കുള്ളൂ. മല്ലിത്താഴ കൊണ്ടുവന്നാൽ പുതിന ഇല്ല ചോദിക്കും, പുതിന കൊണ്ടുപോയാൽ കറുവേപ്പില ഇല്ലയോ എന്ന് ചോദിക്കും. ഇനി വെള്ളക്കപ്പയ്ക്ക കൊണ്ടുപോയാൽ പച്ചക്കപ്പയ്ക്ക ഇല്ലേ ചോദിക്കും, പച്ച കൊണ്ടുപോയാലോ വെള്ളയില്ലേ ചോദിക്കും. ലാസ്റ്റ് ക്യാരറ്റ് കൊണ്ടുപോയാൽ ബീൻസ് ഇല്ലേ ചോദിക്കും. ക്യാരറ്റും ബീൻസും കൊണ്ടുപോയാൽ പറയോ ക്യാപ്സിക്കം ഉണ്ടോ ചോദിക്കും. അവർ നമ്മൾ എന്ത് കൊണ്ടുപോയാൽ ഓപ്പോസിറ്റായി ചോദിക്കും. അപ്പോൾ നമ്മൾ ക്ഷമയോടെ ഇല്ല ചേച്ചി കഴിഞ്ഞു, ഇല്ല ഏട്ടാ കഴിഞ്ഞു, നാളെ കൊടുത്തുതരാം, അങ്ങനെ ക്ഷമയോടെ പറയണം. പച്ചക്കറിക്ക് മെയിനായി വേണ്ടത് ക്ഷമ വേണം. അല്ലെങ്കിൽ ഈ കച്ചവടം എന്നല്ല, ഏത് കച്ചവടത്തിനും ക്ഷമ വേണം, അല്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും.